ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ക്രാഫ്റ്റ് കുറേ നാളായി ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഇന്നാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു 30 രൂപയുടെ പേപ്പർ സ്ട്രോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഫോട്ടോ ഗ്രിഡ് ഫ്രെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാമെന്നാണ്. ആദ്യം ഞാൻ ബാമ്പു സ്റ്റിക്ക് വെച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം അതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതല്ലാതെ ഒരു സൊല്യൂഷൻ നോക്കിയപ്പോഴാണ് പേപ്പർ സ്ട്രോ മതിയല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ വലിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 60ഉം 70ഉം രൂപയ്ക്കൊക്കെ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ മിക്ക ക്രാഫ്റ്റ് ഷോപ്പുകളിലും തന്നെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഓരോ സ്ട്രോ എടുത്ത് അതിന് അടിയിലായിട്ട് പശ കൊടുത്തതിന് ശേഷം ഇച്ചിരി കയറ്റി റെഡിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അഥവാ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിന് 5 എണ്ണം എന്നുള്ള കണക്കിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മൊത്തം 10 എണ്ണം ദേ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇനി കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ചോ അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ അങ്ങനെ വല്ലതും ചെയ്താലും മതിയാകും. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് വശത്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നാളും ചെയ്യാതെ ഇരുന്നതിൻ്റെ ഒരു കാരണം വുഡൻ ക്ലിപ്സ് ഇല്ലെന്നായിരുന്നു. അങ്ങനെ ഇങ്ങനെ നമ്മളത് ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് തോട്ട്സൊക്കെ നോക്കി എഴുതി റെഡിയാക്കിയിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഫോട്ടോ ഗ്രിഡ് ഫ്രെയിം ദേ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.